പ്രിയ കൂട്ടുകാരെ, ടുഡേ ഫ്രഷ് മീഡിയയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ബ്ലോഗ് ഞാൻ താമസിക്കുന്ന 7 സെൻറ് സ്ഥലവും അതിലെ കൊച്ചു വീടും ഞങ്ങളുടെ കൃഷികളും ഒക്കെയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആകെ ഞങ്ങൾക്കുള്ളത് 7 സെൻറ് സ്ഥലം മാത്രമാണ്. ഈ 7 സെൻറ് സ്ഥലത്തെ രാജാവിനെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സ്വന്തം അപ്പുക്കുട്ടൻ, കൈസർ എന്ന വിളിപ്പേരുള്ള സ്വന്തം അപ്പുക്കുട്ടനെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. സ്ഥലം കുറവാണെങ്കിലും എല്ലാ ഫലവൃക്ഷങ്ങളും കൃഷി ചെയ്യാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എല്ലാ ഫലവൃക്ഷങ്ങളും നമ്മുടെ പറമ്പിൽ വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഏകദേശം നമുക്ക് വേണ്ട ഒരു വീട്ടിൽ വേണ്ട എല്ലാ ഫലവൃക്ഷങ്ങളും ഞാൻ ഈ സ്ഥലത്ത് കൃഷി ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കണ്ടത് 1 വർഷം പ്രായമായ വിയറ്റ്നാം സൂപ്പർലിയാണ്. പുള്ളിക്കാരൻ്റെ വക ഒരു ചെറിയ ഫലം നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. 3 തെങ്ങുകളുണ്ട്. ഇതിലെ ആദ്യത്തെ തെങ്ങാണ് ഈ കാണുന്നത്. ഇത് കേടുവന്നു പോയി എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എന്തായാലും ഭാഗ്യം കൊണ്ട് നമുക്ക് അവനെ തിരിച്ചു കിട്ടി. ഇപ്പോൾ അത്യാവശ്യം തേങ്ങ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 3 പേരമരവും ഉണ്ട്. അതിൽ ആദ്യത്തെ പേരയാണിത്. ആദ്യത്തെ അല്ല, രണ്ടാമത്തെ പേര. ആദ്യത്തെ പേര ഒരു കുഞ്ഞനാണ്. ഇതും ചെറിയ രീതിയിൽ കായ്ക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 1.5 വർഷം കഴിഞ്ഞു, ഏകദേശം 2 വർഷത്തിനടുത്തായി. പക്ഷേ കായ്ക്കുവാൻ എന്തോ അത് കായ്ഫലം ഇത് ചക്കയായിട്ടില്ല. 3ാമത്തെ കുഞ്ഞമ്പേരയാണ്. ഇത് കായ്ക്കുവാറായിട്ടില്ല. ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടം വെട്ടുകല്ലുകൊണ്ട് മതിൽ കെട്ടിയിരിക്കുകയാണ്. അതിൽ ഒരു ഭിത്തിയോട് ചേർന്ന് നല്ല പച്ചപ്പ് നൽകുന്ന ഒരു ചെടി, ആ ചെടി ഞാൻ മതിലിൽ കൂടി കയറ്റി വിട്ടിട്ടുണ്ട് 2 സൈഡിൽ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അറിയുന്നവർ ദയവായി കമൻറ്റ് ചെയ്യുക. 2 കറിവേപ്പിൻ്റെ മരങ്ങൾ നമുക്കുണ്ട്. ഒന്ന് തീരെ ചെറുതാണ്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇലകൾ ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കായ്ഫലം തരുന്ന തെങ്ങാണ് ഈ കാണുന്ന 3 തെങ്ങിൽ 2 തെങ്ങ് കായ്ക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വീട്ടാവശ്യത്തിനും അത്യാവശ്യം വെളിച്ചെണ്ണയ്ക്കുമുള്ള തേങ്ങ തരുന്ന ഒരു തെങ്ങാണ് ഇത്. വീടിൻ്റെ പുറകുവശത്ത് നിന്നും മുകളിലേക്ക് ടെറസിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെയർ കേസാണ് ഇപ്പോൾ കാണുന്നത്. ഈ വീടിൻ്റെ മുകളിൽ കയറിയ സ്റ്റെയർ കേസ് വഴി മുകളിലെത്തിയ വളരെ മനോഹരമായ കാഴ്ചകളാണ്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ബസ് റോഡ് സൗകര്യമാണ്. മിക്ക സമയങ്ങളിലും അപ്പുക്കുട്ടൻ ഈ വീടിൻ്റെ മുകളിൽ സ്റ്റെയർ വഴി പുള്ളി മുകളിലെത്തും. പകൽ സമയങ്ങളിൽ ഞങ്ങൾ ഇവനെ പിടിച്ച് പൂട്ടിയിടുന്ന സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. മിക്ക സമയങ്ങളിൽ അഴിച്ചു വിട്ടാൽ പുള്ളി ടെറസിൻ്റെ മുകളിൽ പെട്ടെന്ന് അപ്പോൾ തന്നെ എത്തി. അവിടെയാണ് പുള്ളിയുടെ ഇരിപ്പിടം. എല്ലാം വീക്ഷിച്ചുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഈ കാണുന്നത് ചെറുനാരകമല്ല, വ്യത്യസ്തമായ മറ്റൊരു ഇനമാണ്. അച്ചാറിടാനും അതുപോലെ തന്നെ നാരങ്ങ വെള്ളത്തിനുമൊക്കെ വളരെ നല്ല ടേസ്റ്റുള്ള ഒരു നാരകമാണ്. ഇപ്പോൾ ഈ വർഷം കായ്ക്കുവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ.
10-12 കായ് വന്നിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന നാരകത്തിൻ്റെ കമ്പ് മുറിച്ച് നട്ടതാണ്. വീടിൻ്റെ മുകൾ വശത്തു നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കവുങ്ങൻ തൈകളുടെയൊക്കെ വളർച്ച കാണാൻ സാധിക്കും. മരുന്നൊക്കെ അടിക്കാൻ എനിക്ക് വീടിൻ്റെ മുകളിൽ നിന്ന് തന്നെ കവുങ്ങിന് മരുന്നടിക്കാൻ സാധിക്കും. ചൂട് കൂടുതലായതുകൊണ്ട് മഞ്ഞപ്പ് പിടിച്ചിട്ടുണ്ട്. വെള്ളം ധാരാളം ഒഴിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അരക്കില്ലാത്ത ഗംലസ് പ്ലാവ് ആണ് ഇപ്പോൾ കാണുന്നത്. ഗംലസ് പ്ലാവിൻ്റെ മുകൾ വശത്തു നിന്നുള്ള ദൃശ്യമാണ്. അതുപോലെ സപ്പോട്ട, നെല്ലി, മുള ഇവയെല്ലാം മുകൾ വശത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് വീടിൻ്റെ മുകൾ വശമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ ഇരുന്നാൽ നല്ല കാറ്റും നല്ല കാഴ്ചകളുമാണ് അവിടെയുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ പുറം കാഴ്ചകളിലേക്ക് വരാം. 2 ടോയ്ലറ്റുകളാണ് ഞങ്ങൾക്കുള്ളത്. ഒന്ന് അകത്തും ഒന്ന് പുറത്തും. ടോയ്ലറ്റിൻ്റെ വലതുവശത്തായിട്ട് ഒരു അടുപ്പുകല്ലുണ്ട്. അത്യാവശ്യം പാചകങ്ങളൊക്കെ ഞങ്ങൾ അവിടെയും ചെയ്യാറുണ്ട്. വിറകടുപ്പിൽ പാചകം ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. 1.5 വയസ്സുള്ള ഒരു അവക്കോട മരമാണ് ഇപ്പോൾ, മരമെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കായ് ഇതിൻ്റെ ഫലം എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. എന്തായാലും അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. ഇതിൽ കായ് പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ഒരു വീഡിയോ ഉറപ്പായും ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അവക്കോടയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞൻ ചെറുനാരകം നമ്മളെ പാസ്സായിപ്പോയി. സാരമില്ല, നമുക്ക് പരിഗണിക്കാം. നമ്മുടെ മതിലുകളിലെല്ലാം ഒരു സൈഡിൽ ഞാൻ കുരുമുളക് വള്ളി കയറ്റി വിട്ടിട്ടുണ്ട്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കയറ്റി വിട്ടിരിക്കുന്നതാണ്. 3 മാവുകൾ നമുക്കുണ്ട്. ഒന്ന് അൽഫോൻസ, പിന്നെ ഒന്ന് നാടൻ, പിന്നെ ബങ്കനപ്പള്ളി. ഈ ബങ്കനപ്പള്ളി അൽഫോൻസയും ചെറുതാണ്. അൽഫോൻസ മാവ് ചെറിയ പൂവിട്ടിട്ടുണ്ട്. മൊത്തം 10 മരത്തിൽ കുരുമുളക് വള്ളി കയറ്റിയിട്ടുണ്ട്. കൊന്ന മരത്തിൽ 4 എണ്ണവും ആഴാന്തലിൽ 3 എണ്ണവും പിന്നെ ബാക്കി വലിയ മാവിലും അതുപോലെ ഒന്ന് നമുക്ക് പൈപ്പിൽ കയറിയുറ്റിയും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഗംലസ് അരക്കില്ലാത്ത പ്ലാവാണ്. ഇതുവരെയും കായ്ച്ചില്ല, 3 വയസ്സായി. എങ്കിലും ഇപ്രാവശ്യം 2 ചക്ക വിരിഞ്ഞതായി കാണുന്നുണ്ട്. ചെറിയ ചക്ക. അത് പിടിക്കുവോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയാം. കുരുമുളക് എല്ലാം പറിക്കാറായി. അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളിത് പറിക്കും. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള കുരുമുളക് കിട്ടുമെന്നാണ് പ്രതീക്ഷ. വിളവ് മൊത്തത്തിൽ കുരുമുളക് കുറവാണിപ്പോൾ. ഇനി നമ്മുടെ കാഴ്ച നമ്മുടെ ചിക്കു അഥവാ സപ്പോട്ട മരമാണ്. നമുക്ക് നല്ല തണുപ്പ് നൽകുന്ന, നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ് കിടക്കുകയാണ്. ആ ചിക്കു ചാഞ്ഞ് കിടക്കുന്ന റൂം, താഴ്വശത്തെ റൂമിൽ
നല്ല തണുപ്പാണ്. മൊത്തം ആ ഭാഗം മൊത്തം നല്ല തണുപ്പ് നൽകുന്ന, അതുപോലെ തന്നെ നല്ല കായ്ഫലം നൽകുന്ന ഒരു മരമാണിത്. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് 1 വർഷം പ്രായമായ ഒരു ചെറിയ അബിയു ഉണ്ട്. അബിയു മരം അറിയാമോ? അതും നട്ടിട്ടുണ്ട്. ഈ കുരുമുളക് വള്ളി കയറി കിടക്കുന്ന മരമാണ് ആഴാന്തൽ. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ഇത് 3 മരം ആഴാന്തൽ നമ്മൾ ഈ പറമ്പിൽ നട്ടിട്ടുണ്ട്. അതിൽ കുരുമുളക് വള്ളി നല്ലോണം പടർന്ന് കയറുന്നുമുണ്ട്. ഇപ്പോൾ കാണുന്നതാണ് ബങ്കനപ്പള്ളി മാവ്. അത് 1 വർഷം ആയിട്ടേ ഉള്ളൂ. കായ്ഫലമൊന്നും തരാറായിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെന്തങ്ങ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 3 വയസ്സായിട്ടുണ്ട്. കരിക്ക് വീടിൻ്റെ മുൻവശത്ത് ഒരു ചെന്തങ്ങ കായ്ച്ച കിടക്കുന്നത് എനിക്കെപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമുക്ക് അതിൽ നിന്നുള്ള കരിക്കൊക്കെ കൊത്തി കുടിക്കാൻ എപ്പോഴും നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണല്ലോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു ചെന്തങ്ങ കായ്ച്ച കിടക്കുന്നത്. ഇത് ഒരു നെല്ലിമരമാണ്. പക്ഷേ ഇതുവരെയും അതിൽ നിന്ന് നമുക്കൊരു നെല്ലിക്ക പോലും കിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ അതിലൊരു പാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. ഏതായാലും ധാരാളം പാഷൻ ഫ്രൂട്ട് നമുക്കതിൽ നിന്ന് കിട്ടുന്നു. ഈ നെല്ലിമരത്തിനോട് ചേർന്നാണ് നമ്മുടെ വീടിന് തണുപ്പ് നൽകുന്ന മഞ്ഞ മുള നട്ടിരിക്കുന്നത്. ഈ മഞ്ഞമുള തണുപ്പ് മാത്രമല്ല, നല്ല ഒരു ഷോയും നല്ലൊരു കാഴ്ചയും നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ പുറം കാഴ്ചകളൊക്കെ ഏകദേശം നിങ്ങൾ ഇപ്പോൾ കണ്ടു. നമുക്ക് ജലത്തിന് ഇവിടെ ബോർവെല്ലാണ്. അതുപോലെ 3 ബെഡ്റൂമാണ് ഞങ്ങളുടെ വീടിനുള്ളത്. ഒരു ഹാൾ, കിച്ചൺ, അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റും വീടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഞങ്ങളുടെ 7 സെൻറ്റും അതിലെ കുഞ്ഞു വീടിൻ്റെയും കാഴ്ചകൾ ഏകദേശം അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.